നമ്മുടെ ആയുസ്സിൽ ഒരു ദിവസം കൂടി ദീർഘമാക്കി തന്ന സർവശക്തനായ ദൈവത്തിന് സകല മഹത്വവും അർപ്പിക്കുകയും എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നിസ്തുല നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുകയും ചെയ്യുന്നു. ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസം, ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കുക എന്ന ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം പറയുന്നത് പോലെ നമുക്കാവുന്നിടത്തോളം കർത്താവിൽ സന്തോഷിപ്പാൻ ഈ ദിവസം ഉപയോഗപ്പെടുത്താം. ക്ലേശങ്ങളിലൂടെയും കഷ്ടങ്ങളിലൂടെയും ഒക്കെ കടന്നു പോകുന്ന ഒരു വ്യക്തിയോട് കർത്താവിൽ സന്തോഷിക്കുക എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ അത്ര എളുപ്പമാവില്ല എന്നെനിക്കറിയാം. എന്നാൽ ക്രിസ്തുവിൽ പ്രത്യാശ വെച്ച് ജീവിക്കുന്ന ഏതൊരു ഭക്തനും ഉദാഹരണമായി എടുക്കാൻ കഴിയുന്ന ഒരു വ്യക്തിത്വമാണല്ലോ അപ്പോസ്തലനായ പൗലോസ്. താൻ കാരാഗ്രഹത്തിന്റെ കഷ്ടങ്ങളിൽ കിടന്നുകൊണ്ട് വിളിച്ചു പറയുന്നത് സന്തോഷിപ്പീൻ, സന്തോഷിപ്പീൻ, എപ്പോഴും സന്തോഷിപ്പീൻ എന്ന് തന്നെയല്ലേ. ഇന്നത്തെ കഷ്ടങ്ങൾ മാറും, സങ്കടങ്ങൾ മാറും, എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാകും എന്ന് പൂർണ്ണമായിട്ടും വിശ്വസിച്ചുകൊണ്ട് നമുക്ക് പിന്നെ മുന്നോട്ട് യാത്ര തുടരാം. ഇന്നും നമുക്ക് യേശുവിനോടുകൂടെ യാത്ര ചെയ്യാം. ചില നിമിഷങ്ങളിലെ തുടർധ്യാനത്തിനായി അപ്പോസ്തലനായ പൗലോസ് എബ്രായർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായം 13-ാം വാക്യം വായിക്കട്ടെ. അവന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല, സകലവും അവൻ്റെ കണ്ണിന് നഗ്നവും മലർന്നുമായി കിടക്കുന്നു, അവനായിട്ടാകുന്നു നമുക്ക് കാര്യമുള്ളത്. ഇപ്പോൾ നമ്മൾ വായിച്ച വാക്യത്തെ അനുകൂലിക്കുന്ന ഒരു സങ്കീർത്തനമാണ് 139-ാം സങ്കീർത്തനം. ഇത് ദാവീദ് എഴുതിയ ഒരു സങ്കീർത്തനമാണ്. ഇങ്ങനെയാണ് വാക്യങ്ങൾ: യഹോവേ, നീ എന്നെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു, ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു. എൻ്റെ നിരൂപണം നീ ദൂരത്തു നിന്ന് ഗ്രഹിക്കുന്നു, എൻ്റെ നടപ്പും കിടപ്പും നീ ശോധന ചെയ്യുന്നു. എൻ്റെ വഴികളൊക്കെയും നിനക്ക് മനസ്സിലായിരിക്കുന്നു. യഹോവേ, നീ മുഴുവനും അറിയാതെ ഒരു വാക്കും എൻ്റെ നാവിന്മേൽ ഇല്ല. ഇങ്ങനെയാണ് തുടരുന്നത്: നിന്റെ ആത്മാവിനെ ഒളിച്ച് ഞാൻ എവിടേക്ക് പോകും? തിരുസന്നിധി വിട്ട് ഞാൻ എവിടെ ഓടും? ഞാൻ സ്വർഗത്തിൽ കയറിയാൽ നീ അവിടെ ഉണ്ട്, പാതാളത്തിൽ എൻ്റെ കിടക്കി വരച്ചാൽ നീ അവിടെ ഉണ്ട്. ഞാൻ ഉഷസ്സിൽ ചിറക് ധരിച്ച് സമുദ്രത്തിൻ്റെ അറ്റത്തു ചെന്ന് പാർത്താൽ അവിടെയും നിന്റെ കൈ എന്നെ നടത്തും, നിന്റെ വലം കൈ എന്നെ പിടിക്കും. അതെ, പഴയ നിയമ ഭക്തന്മാർ തുടങ്ങി ഇന്നും ദൈവസന്നിധിയിൽ പ്രാർത്ഥനയിലും ദൈവവചന ധ്യാനത്തിലും ആയിരിക്കുന്ന ഏതൊരു ദൈവപൈതലിനും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സത്യമാണ് ദൈവത്തിൻ്റെ സന്നിധി വിട്ട് ആർക്കും എങ്ങും ഒളിക്കാൻ കഴിയില്ല എന്നുള്ളത്. യഹോവയായ ദൈവം ഒരിക്കൽ യോനയോട് പറഞ്ഞു, നീ ഇവിടെ നിന്ന് എഴുന്നേറ്റ് പുറപ്പെട്ട് നിനവയിൽ പോകണം, അവിടെ നിനവയ്ക്ക് എതിരായി അവരുടെ മാനസാന്തരത്തിനായി പ്രസംഗിക്കണം. ദൈവം തന്നോട് നേരിട്ട് പറഞ്ഞിട്ടും യോനെ അനുസരിക്കാതെ തർശീസിലേക്ക് പോകുന്ന ഒരു കപ്പലിൽ കയറി താൻ യാത്ര പുറപ്പെട്ടു. ആരും അറിയില്ലെന്നായിരുന്നു തന്റെ വിചാരം. തന്നെയുമല്ല, കപ്പലിലുള്ള മുഴുവൻ യാത്രക്കാരുടെയും കണ്ണ് വെട്ടിച്ച് അതിന്റെ അടിത്തട്ടിൽ പോയി സുഖമായി ഉറങ്ങാൻ തുടങ്ങി. എന്നാൽ അവന്റെ കണ്ണിന് ഒന്നും മറവായിരിക്കുന്നില്ല എന്ന ദൈവത്തിന്റെ വചനം പോലെ കപ്പലിന്റെ അടിത്തട്ടിൽ കിടന്നുറങ്ങുകയായിരുന്ന യോനയെ പുറത്തു കൊണ്ടുവരുവാൻ ദൈവം മുഖാന്തരമായ ഒരു കൊടുങ്കാറ്റിനെ അടിപ്പിച്ചു. ഈ ചരിത്ര സംഭവം എല്ലാവർക്കും അറിവുള്ള കാര്യമാണ്. ദൈവത്തിനു വേണ്ടി ശക്തമായി തീഷ്ണതയോട് നിന്ന ഒരു പ്രവാചകനായിരുന്നല്ലോ ഏലിയാവ്. പ്രകൃതിയെപ്പോലും തന്റെ വാക്കുകൊണ്ട് നിയന്ത്രിക്കുന്ന നിലയിലായിരുന്നു തന്റെ വിശ്വാസം. ഒരു ചെറിയ പ്രാർത്ഥന കൊണ്ട് ആകാശത്തിൽ നിന്ന് തീ ഇറക്കി യാഗം ദഹിപ്പിച്ചയാളാണല്ലോ ഏലിയാവ്. എന്നാൽ ഒരു സ്ത്രീയുടെ വാക്ക് കേട്ട് ഭയന്ന് ഓടിയ താൻ ഒരു ചൂരച്ചെടിയുടെ അടിയിൽ പോയി കിടന്നുറങ്ങി, മതി യഹോവേ, എന്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ എന്ന് പറഞ്ഞ് വിലപിക്കാൻ തുടങ്ങിയത് നമ്മൾ വായിച്ചിട്ടുണ്ട്. ഏലിയാവ് വിചാരിച്ചു കാണും ഇവിടെയും തന്നെ ആരും കാണില്ലെന്ന്. എന്നാൽ നോക്കൂ, ദൈവം തന്റെ ദൂതനെ അങ്ങോട്ട് അയച്ചു. ആദ്യമായി തനിക്ക് വിശപ്പടക്കാനുള്ള ആഹാര സാധനങ്ങളൊക്കെ ദൈവം കൊടുത്തു. അതിനുശേഷം തന്നെക്കുറിച്ചുള്ള ദൈവിക പദ്ധതി ദൈവം തന്റെ ദൂതനിലൂടെ വെളിപ്പെടുത്തി. അതെ, അവന്റെ കണ്ണിന് മറവായിരിക്കുന്നത് ഒന്നുമില്ല. ഏകദേശം 3.5 വർഷക്കാലത്തോളം യേശു കർത്താവിനോട് കൂടെ നടന്നിരുന്ന പത്രോസ് ഉൾപ്പെടെയുള്ള ചിലർ, അല്ലെങ്കിൽ ക്രിസ്തു ശിഷ്യന്മാർ, യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിന് ശേഷം അവർ വീണ്ടും മീൻ പിടിക്കാൻ പോയി. അങ്ങനെ ഒരു പദ്ധതി അവരിട്ടു. എന്നാൽ അവിടെയും യേശു തമ്പുരാൻ അവരെ തേടിയെത്തി. നോക്കൂ പ്രിയരെ, ദൈവത്തെ വിട്ട് നമുക്ക് എങ്ങും സഞ്ചരിക്കാൻ കഴിയില്ല. മറ്റൊന്ന് ഏറ്റവും പ്രാധാന്യം നൽകി നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മുടെ സാഹചര്യം ഒരുപക്ഷെ നമ്മുടെ ചിന്തയ്ക്ക് അപ്പുറമായി പ്രതികൂലമായി തീരുമ്പോൾ നമ്മുടെ കണക്കുകൂട്ടലുകളും ദൈവത്തിന്റെ കണക്കുകൂട്ടലുകളും ഒക്കെ പിഴച്ചു എന്നായിരിക്കും നമ്മൾ ചിന്തിക്കുന്നത്. നമ്മുടെ കണക്കുകൂട്ടലുകൾ പിഴച്ചു എന്ന് ചിന്തിച്ചാലും ദൈവത്തിന്റെ പദ്ധതി താളം തെറ്റി എന്നൊരിക്കലും ചിന്തിക്കരുത്. ഞാൻ ഈ എടുത്തെടുത്ത് പറഞ്ഞ ഓരോരുത്തരെയും നോക്കൂ, അവരുടെ മേലൊക്കെ ദൈവത്തിന്റെ വാഗ്ദത്തം ഉണ്ടായിരുന്നു. ആ വാഗ്ദത്തങ്ങൾ നിറവേറ്റുന്നതിന് ഒരുപക്ഷെ ഇനി സാധ്യമാവുകയില്ല എന്നായിരിക്കും അവർ വിചാരിച്ചത്.
എന്നാൽ ദൈവം പറയുന്നത് അങ്ങനെ തന്നെ സംഭവിപ്പിക്കുവാൻ ദൈവം ശക്തനാണ്. വിശ്വാസത്തിന്റെ വഴികളിൽ നടക്കുന്നതിനിടയിൽ നമ്മളിൽ പലരും ചില കാരണങ്ങൾ പറഞ്ഞിട്ട് ദൈവത്തിന്റെ വഴികളിൽ നിന്ന് പുറകോട്ട് നടക്കാൻ ശ്രമിക്കാറുണ്ട്, നടന്നിട്ടുണ്ട്, നടന്നുകൊണ്ടിരിക്കുകയുമാണ്. എന്നാൽ പ്രിയരെ, അവന്റെ കണ്ണിന് മറവായിരിക്കുന്നത് ഒന്നുമില്ല എന്ന പൂർണ്ണബോധ്യം നമുക്കുണ്ടാകട്ടെ. ദൈവിക പദ്ധതികൾ എന്തൊക്കെ നിങ്ങളെക്കുറിച്ച് ചെയ്തിട്ടുണ്ടെങ്കിലും ആ പദ്ധതികൾ അങ്ങനെ തന്നെ നിറവേറ്റപ്പെടുമെന്ന് പൂർണ്ണമായും വിശ്വസിച്ചുകൊണ്ട് യാത്ര തുടരാം. ഞാൻ നിങ്ങൾക്കൊണ്ട് പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ പിതാവേ, എല്ലാ പ്രിയ മക്കൾക്കായിട്ടും സ്തോത്രം. അങ്ങ് എല്ലാവരെയും സഹായിക്കണമേ. ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അങ്ങയുടെ വാഗ്ദത്തങ്ങളും അങ്ങയുടെ പദ്ധതികളും പൂർണ്ണമായി നടപ്പാകുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അങ്ങയുടെ പാത പിന്തുടരുവാനല്ലാതെ ഒളിച്ചോടുവാൻ ഇടയാകില്ല കർത്താവേ. തിരുക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ പൊന്നുനാമത്തിൽ തന്നെ. ആമേൻ.